അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ലെജൻഡ് ശരവണയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ലീഡർ അതിൻ്റെ ഒരു ഫസ്റ്റ് ടീസർ വന്നിട്ടുണ്ട്. ടൈറ്റിൽ ടീസറാണ് എന്നാണ് മനസ്സിലായിരിക്കുന്നത്. ഈ പുള്ളിയുടെ ലെജൻഡ് ഞാൻ FDFS തിയേറ്ററിൽ കണ്ടാണ്. അതെ അതെ, കാര്യം അത് പക്ഷെ അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഞങ്ങൾ തിയേറ്ററിൽ കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു 8-10 പേര് മാക്സിമം, അതിൽ 6-7 പേര് തമിഴന്മാരായിരുന്നു. നല്ല വൈബായിരുന്നു. അവരുൾപ്പെടെ ഇത് കണ്ട് ചിരിക്കാൻ വേണ്ടി വന്നവരാണ്. ആ സിനിമ ഭയങ്കര അധികം ബജറ്റ് മുടക്കി പാട്ട് ഡാൻസ്, പഴയ മറ്റേ കൊമേഴ്ഷ്യൽ തമിഴ് പടത്തിൻ്റെ ആ മൂഡിൽ എല്ലാ ഫ്ലേവറും ഉള്ള പാസവും എല്ലാം ഉള്ള മരുന്ന് പിടിക്കുക. അതെ, അപ്പോൾ അങ്ങനത്തെ ഭയങ്കര കോമഡി പരിപാടിയായിരുന്നു അത്. സോ അണ്ണൻ്റെ ഏറ്റവും പുതിയ പരിപാടി വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ കൾട്ടിന് നേരെ ഒന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടെയ്നറൊക്കെ വരുന്നുണ്ടല്ലോ, ലോകേഷിന്റെ ഇൻഫ്ലുവൻസ് ആണ് തോന്നുന്നില്ല അല്ലേ? വയലൻസ്, അങ്ങനെ വയലൻസ് അല്ല. அந்த புள்ளியோட அப்பா ഓ അങ്ങനെ താടിയൊക്കെ വെച്ച്, താടിയൊക്കെ വെച്ച് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. VFX കത്തിക്കുത്താണ്. മാസ്, അണ്ണൻ്റെ മാസ് ഓരോരുത്തരായിട്ട് വരും. എല്ലാ അപ്പനും താൻ പുള്ളിക്ക് ഹീറോ തന്നെ. സുരേഷ് അനിൽകുമാർ, ക്യാമറ നോക്കും. കൊച്ചിന് ചെവിയാക്കത്തില്ല, ബ്ലാസ്റ്റ് അതല്ല ഊരി പറ്റിയത്. പേപ്പർ നോയ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് കുറച്ച് വൃത്തിയുണ്ടെന്ന് തോന്നുന്നു. നമ്മള് ഫിസിക്കാലിറ്റിയിൽ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. മറ്റേ പടത്തിൽ കുറച്ച് അല്ല, എനിക്ക് മനസ്സിലായില്ല. പുള്ളിയെ ഒട്ടും ലൗഡാക്കാതെ ഇങ്ങനെ ലെസ് ഡയലോഗ്സും കുറച്ചിങ്ങനെ വന്ന് നിൽക്കുക, നോക്കുക, അങ്ങനത്തെ പരിപാടിയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതിനകത്തും അധികം സംസാരമൊന്നുമില്ല, ഇടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ലെജൻഡ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ബെറ്ററാണ്. കാരണം ലെജൻഡിന് വലിയ പ്രശ്നം പുള്ളിയുടെ ഫേസ് മൊത്തം ഇങ്ങനെ ക്ലീൻ ചെയ്ത്, പിന്നെ ഓൾറെഡി ഒരു പോസ്റ്റിൽ VFX കുറച്ചധികം സോഫ്റ്റനൊക്കെ ചെയ്ത് ഒരുമാതിരി പാവ, നമ്മൾ ഹോളോമാനിലെ ക്യാരക്ടർ നേരിട്ട് വരുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു ലെജൻഡ്. തല കൊടുക്കുന്നത് ഫൈറ്റ് സീൻ, അതായത് മെയിൻ ഫൈറ്റ്. ഇപ്പൊ നമ്മൾ കണ്ടതിനകത്ത് പുള്ളി തന്നെയാണ് മെയിൻ ഫൈറ്റ് വരുമല്ലോ പടത്തിൽ. അതുപോലെ ലെജൻഡിനകത്തും ഉണ്ടായിരുന്നു തല വെട്ടിവെക്കൽ, ലെജൻഡിനകത്തും ഉണ്ടായിരുന്നു. കാര്യം പുള്ളിക്കും ഏജ് ഉണ്ടല്ലോ, അതെനിക്ക് കറക്റ്റ് ഒരു കമ്പനി തുടങ്ങിയാൽ അതെ VFX തല വെട്ടി കൊടുക്കുന്ന ഒരു കമ്പനി തുടങ്ങാമെങ്കിൽ തെലുങ്കിൽ നല്ല മാർക്കറ്റ്. അതെ അതെ, തെലുങ്കിൽ നല്ല മാർക്കറ്റ്. പക്ഷേ സുരേഷ് അനിൽകുമാർ ഇവിടെ നല്ല പടം ചെയ്ത മനുഷ്യനാണ്. പുള്ളി കാക്കി സട്ടയൊക്കെ ചെയ്ത ആളാണ്. കാക്കി സട്ട ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതാ പടം, മറ്റേ ലാസ്റ്റ് ഒരു പടം ഉണ്ടല്ലോ ഇവന്റെ, നമ്മുടെ ഗരുഡൻ. എതിർനീച്ചൽ ശിവകാർത്തികന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ തുടക്ക സമയത്തെ പടം. ധനുഷിന്റെ കൊടി, അങ്ങനത്തെ മെയിൻ പടങ്ങൾ ചെയ്ത ഡയറക്ടർ. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് കുറച്ചുകൂടെ കാണുമ്പോ കുറച്ച് പെട്ടെന്ന്. പിന്നെ അത്യാവശ്യം കുറച്ച് കൊമേഴ്ഷ്യൽ പടം ചെയ്തൊരു ആഡ് ഫിലിം മേക്കേഴ്സ് ആയിരുന്നു. JD and Jerry എന്ന് പറഞ്ഞ ആഡ് ഫിലിം മേക്കേഴ്സ്. അതെ, അവര് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആഡ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് മെയിനായിട്ട്. ശങ്കറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. തിരിച്ചു വന്നത് ആരിശരാജ് മ്യൂസിക് ചെയ്തിട്ട് പോയി. ഇതിനകത്ത് മ്യൂസിക് ചെയ്യുന്നത് ജിബ്രാണ്. കുറച്ച് കാലം. അതെ അതെ. സോ അപ്പോൾ നമുക്ക് ലീഡർ വരട്ടെ. ഏതായാലും ഇതും കാണും. ഞാൻ അണ്ണൻ്റെ ഫാനാണ്. ഞാൻ അണ്ണൻ്റെ ഫസ്റ്റ് പടം കണ്ടിട്ടാണ് തിയേറ്ററിൽ. ഈ പടം ഞാൻ തിയേറ്ററിൽ കണ്ണം കാണുന്നുണ്ടെങ്കിൽ അടിയാതെ കവരടി കടയിൽ പോയി സാധനം മേടിച്ചിട്ടുണ്ട്.
ശരവണ സ്റ്റോഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ലീഡർ കാണുന്നതായിരിക്കും. ഇത് ഇപ്പം നമ്മൾ കണ്ട ഇത്രയും വെച്ചിട്ട് നമ്മൾ കണ്ട ലെജൻഡിനേക്കാൾ വേ ബെറ്റർ സാധനമാണ്. ഇതൊരു കൊമേഴ്ഷ്യൽ പടം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇത് കൊമേഴ്ഷ്യൽ പടത്തിനപ്പുറത്തേക്ക് നമ്മൾ മറ്റുള്ള തമിഴ് പടത്തിനായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. നമ്മുടെ കമ്പാരിസൺ ലെജൻഡുമായിട്ട് മാത്രമേ ഉള്ളൂ. അതാണ് പുള്ളിയുടെ പ്രത്യേകത. അത് ഇത് വേറൊരു ഇൻഡസ്ട്രിയാണ്. അല്ല, പക്ഷെ കാശ് രണ്ട് പടങ്ങളും അത് തന്നെ ചേട്ടാ. ലെജൻഡിനകത്ത് എന്തോരം പൈസ മുടക്കിയ പുള്ളി, പിന്നെ ഫണ്ടിറക്കിയ 100 കോടി പടം അതും. അങ്ങനെയാണ് നമുക്ക് സ്ക്രിപ്റ്റ് കൊണ്ട് പുള്ളിയെ ഒന്ന് കാണാം. പുള്ളിക്ക് പറ്റിയ ക്യാരക്ടർ.